ഹലോ വെൽക്കം ബാക്ക് ടു പാച്ചൂസ് വേൾഡ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കെട്ടുനിറയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അനിയൻ സ്വാമിയും ചേട്ടൻ സ്വാമിയുടെയും ഒക്കെ കെട്ടുനിറയാണെന്ന്. അനിയൻ്റെ പേര് അപ്പു എന്നാണ്. അപ്പോൾ അനിയൻ ഇതവിടെ കെട്ടുനിറയ്ക്കാനിരുന്നു. അവന് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അനിയൻ്റെ, കാരണം എനിക്ക് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കെട്ട് നിറച്ചിട്ട് സ്വാമി കെട്ടേറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അനിയന് കെട്ടേറ്റി കൊടുത്തു ഗുരുസ്വാമി. അത് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ സ്വാമി വന്നിരുന്നു കേട്ടോ കെട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടന് മുദ്രയുണ്ട്, പിന്നെ ശ്രേയമോളുടെയും മുദ്ര കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 മുദ്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ കെട്ടുനിറ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പു സ്വാമിക്ക് അച്ചാച്ചന് കുറച്ച് വയ്യായികയുള്ള കാരണേ അപ്പം നേരത്തെ ഇരുന്നതാ. വെള്ളിയാഴ്ച ഏറ്റവും അവസാനം ഇരിക്കുള്ളൂ, എല്ലാവരുടെയും കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അവൻ ഒരുപാട് വർഷങ്ങളായി തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങിയിട്ട് 18 വർഷമൊക്കെ ആവാറായി. 18 വർഷം ആവണ ഒരാളും ഇതിലുണ്ട് കേട്ടോ. അപ്പുവിൻ്റെ ഫ്രണ്ടാണ് അവൻ. അവിടെ 18 വർഷമായി കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തെങ്ങ് വെക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ അതിനുള്ള ഒക്കെ റെഡിയാക്കിയിട്ടാണ് ആ കുട്ടി പോണത്. അപ്പം എല്ലാവരും കൂടിയിട്ട് അങ്ങനെ സന്തോഷമായി കെട്ടൊക്കെ നിറച്ച് യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സങ്കടം ഇപ്പം ഇല്ല വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. പോവാനുള്ള കെട്ടൊക്കെ ഏറ്റി നടക്കുമ്പോഴേ ഒരു സങ്കടം വരും. ഇപ്പം നല്ല ഭക്തിപരമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അരി വാരി ഇടലും കെട്ടിൽ പൈസ വെക്കലും ഒക്കെ കൂടിയിട്ട് എന്നെ കല്ല് ശല്യം ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കണതിന് കണ്ണട പിടിച്ച് വലിക്കുക, മൊബൈൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യായിരുന്നു എൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ മൊത്തം ഇളകി പോവാണ്. അപ്പോൾ എനിക്കൊരു പേടി ഇതൊക്കെ കൂടി താഴെ വീഴുമോയെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് ഏട്ടൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ കെട്ടുന്നറൊക്കെ അരി വാരിയിടലും കെട്ടുന്നറയും ഒക്കെ നടന്നത്. ഇപ്പോൾ അരി വാരി ഇട്ടും കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പാച്ചുവും ചാച്ചു പാറുക്കുട്ടി ശ്രേയമോള് ഒക്കെ അരി വാരിയിട്ടു. എൻ്റെ അമ്മ അരി വാരിയിട്ടു. അത് കഴിഞ്ഞിട്ട് വൈകക്കുട്ടി അരി വാരിയിട്ടു. ഇനി ഞാനും എൻ്റെ കിച്ചുവാണ് കേട്ടോ ഇനി അരി വാരിയിടാൻ പോണത്. കിച്ച് കയ്യിൽ അരി വാരിയിട്ട് വെച്ചെടുക്കുക, അമ്മയ്ക്ക് പിടിച്ചെടുക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് അവസാനം അത് എടുത്ത് കയ്യിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതൊക്കെ താഴത്ത് ഇടിപ്പിച്ചിട്ട് കേട്ടോ അവസാനം ഞാനും അരി വാരിയിട്ടത്. അവന് ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുമ്പോൾ അവൻ ജനിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് കെട്ടുനിറ കൂടുന്നത് ഇതാണ്. അത് കഴിഞ്ഞത് അമ്മമ്മയാണ്. അന്ന് അമ്മമ്മയുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി കെട്ടുനിറയ്ക്ക് വന്നതാണ്. അവർ പാലപ്പുറയാണ്. അപ്പോൾ കെട്ടുനിറ ആയ കാരണം ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയിട്ട് മൂപ്പര് ഓടി വന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ കണ്ണൻകുട്ടി, എൻ്റെ കണ്ണനാണിത്. കണ്ണനെ പോലെയാണ് എൻ്റെ പാച്ചു എന്ന് പറയും. കുറച്ച് ഇവിടെ ഷെയ്ക്കായി, കാരണം എന്താ വെച്ചാൽ എൻ്റെ 2 ആൾക്കാരും കൂടിയിട്ട് ഈ ഫോട്ടോൻ്റെ സൈഡിൽ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. ആ പോണത് കുഞ്ഞുമോളാട്ടോ, അപ്പുവിൻ്റെ ചേച്ചി. മേമി എൻ്റെ ഇടയിലുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ കറക്റ്റാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ശ്രദ്ധ അവരുടെ അടുത്തേക്ക് പോയ കാരണം എനിക്ക് കറക്റ്റ് അവരെ 2 പേരിനും കിട്ടിയില്ല കേട്ടോ. പിന്നെ കെട്ടുതാ മുദ്രതേങ്ങയൊക്കെ കെട്ടിൽ ആക്കി ഇരുമുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുമുടി കെട്ടി നമ്മൾ ഏട്ടൻ്റെ കെട്ടുനിറ അങ്ങനെ കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ പറയാൻ. കെട്ടുനിറ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ പോയി ഇരുന്നു കേട്ടോ. കാരണം ഇവർ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണില്ല, ഒരു പേടിയായി. ഫോട്ടോ തട്ടും, അവരാണെങ്കിൽ ഫോട്ടോൻ്റെ അടുത്താണ് ഇരിക്കണതും കുട്ടീസേ. അപ്പം എനിക്കൊരു ടെൻഷൻ, ഇവരിനി ഫോട്ടോ ഒക്കെ മറിച്ചിടുമോ എന്നുള്ളൊരു പേടി കാരണം ഏട്ടൻ്റെ കെട്ടുനിറ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് മാറിയിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ കെട്ടുനിറയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി കെട്ടേറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ. എല്ലാവരുടെയും കെട്ടുനിറ കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവാനുള്ള അങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനി കുറച്ച് പേരും കൂടി ഉണ്ട്, 10-14 പേരുണ്ട് പോവാൻ. അപ്പം എല്ലാവരും കൂടി ട്രാവലറിലാണ് പോകണത്. അപ്പോൾ കെട്ടൊക്കെ ഏറ്റി അതിൽ ശരണവിളി അപ്പുറത്ത് ഭജനയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ മ്യൂട്ടാക്കി വെച്ചാൽ കേട്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ട്. കെട്ടുനിറ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് വന്നിരുന്നു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കട്ട വിരിക്കാനും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ. അത് കാരണം ഞങ്ങളിവിടെ ഇങ്ങനെ തിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ പണിത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ.
മുകളിലൊക്കെ നിറയെ ഓട് വിരിച്ച് നല്ല ഉയരത്തിൽ ഓടൊക്കെ വിരിച്ച് സെറ്റപ്പായി. പണ്ട് ഇങ്ങനെയൊന്നല്ല കേട്ടോ അമ്പലം ഉണ്ടായിരുന്നത്. അമ്പലം ഭയങ്കര ശോകമായിരുന്നു. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പാകത്തിനുള്ള ഒരു അമ്പലമായിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ദേവസ്വമൊക്കെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക അടിപൊളിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊക്കെ അമ്പലത്തിലേക്ക് വരുമ്പോഴും അമ്പലം കാണുമ്പോഴൊക്കെ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പണ്ട് ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോഴേ അങ്ങനെ ആ പൂജയും ഉണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് നിറയെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം എല്ലാ തരത്തിലുള്ള പൂജകളും എല്ലാമായിട്ട് അമ്പലം ശാന്തിക്കാരനും ഒക്കെ ആയിട്ട് അമ്പലം അടിപൊളിയായി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ. പണ്ട് സങ്കടമായിരുന്നെങ്കിൽ ഇപ്പം നല്ല സന്തോഷമാണ്. അങ്ങനെ പ്രാർത്ഥന ദൈവം തന്നെ കേട്ടല്ലോ, അമ്പലം നശിച്ചു പോവാതെ രക്ഷപ്പെട്ടു വന്നല്ലോ എന്നുള്ളൊരു സമാധാനം എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ കർപ്പൂരമൊക്കെ ആരാധിച്ചു അവർ കെട്ടേറ്റിയിട്ട് പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടു അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി നാളികേരം എറിഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു തീർത്ഥയാത്ര ഇവിടെ തുടങ്ങുകയാണ്. അവരങ്ങനെ പോയി തൊഴുത് ദർശനമൊക്കെ നടത്തി അവർ വരട്ടെ അല്ലേ. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസാണോ എല്ലാതും. ഒരുപാട് ലാഗ് ചെയ്തിട്ടൊന്നും നമ്മൾ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഇനി അത് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നമുക്ക് കിട്ടുന്ന ഓരോ പ്രചോദനങ്ങൾ അല്ലേ. അപ്പം എൻ്റെ ബ്രദറും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും എല്ലാവരും കൂടി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും കൂടിയിട്ട് അങ്ങനെ യാത്ര പോവുകയാണ് അയ്യനെ കാണാൻ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത്. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് കാരണം അവർ പോയി വന്നതിന് ശേഷമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ലാഗ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.